പ്രിയമുള്ളവരെ നമസ്കാരം. MS വ്ളോഗേഴ്സിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. MS വ്ളോഗേഴ്സ് സമ്പൂർണ്ണ കാർഷിക ചാനലായിരിക്കുന്നത് പോലെ തന്നെ ഒരു സമ്പൂർണ്ണ ഫാമിലി ചാനലും കൂടി ആകാനുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഗ്രാമീണ മേഖലയിലുള്ള ഭക്ഷണത്തിൻ്റെ റെസിപ്പികൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. ഈ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾ സാധാരണ പുട്ട് എല്ലായിടത്തും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഈ പുട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് തേങ്ങാപ്പാലിലാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും വളരെ രുചികരമാണ്, വളരെ ടേസ്റ്റിയാണ്, പിന്നെ പോഷക സമൃദ്ധവുമാണ് ഈ പുട്ട്. നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ അത്രയ്ക്ക് മാത്രം അസാമാന്യ രുചിയുള്ള ഈ ഒരു ഭക്ഷ്യവസ്തു ഈ പുട്ടിൻ്റെ നിർമ്മാണ രീതിയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കാനും കൂടി മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാൽ കൊണ്ടുള്ള പുട്ടാണ്. തേങ്ങാപ്പാൽ മാത്രമേ ചേർക്കുള്ളൂ, വേറെ വെള്ളമൊന്നും ചേർക്കില്ല. പിന്നെ ഒരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി, ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, ആവശ്യത്തിന് ഉപ്പ്. ഇത് മൂന്നും കൂടെ ഇളക്കി ഒരു 20 മിനിറ്റ് നേരത്തേക്ക് വെക്കുക. അപ്പം ഇനി പുട്ട് അടുപ്പത്ത് വെക്കാം. 20 മിനിറ്റായി. പിന്നെ അരിപ്പൊടി എടുക്കുന്ന ഗ്ലാസ്സിന് അതേ അളവിലായിരിക്കണം തേങ്ങാപ്പാൽ എടുക്കേണ്ടത്. ഗ്ലാസ് വ്യത്യാസം ഉണ്ടാകരുത്. പിന്നെ കഷ്ണങ്ങളായിട്ട് വേറെ വിട്ട് കിട്ടണമെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരക്കുന്നത് മതി. ഇതിലിപ്പോൾ തേങ്ങ ഇടുന്നില്ല ഇടയ്ക്ക്. പിന്നെ ഇതിൻ്റെ തനിപ്പാലല്ലേ എടുക്കണ്ടേ? തനിപ്പാല എടുക്കണ്ടേ? ആദ്യത്തെ പാലല്ലേ? രണ്ടാം പാലിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ എത്ര സമയം വേകണം? 5 മിനിറ്റ് മതി. 5 മിനിറ്റ്. ഇത് ആയി കഴിയുമ്പോൾ ഇനി അടുപ്പ് വെക്കണം അല്ലേ? ആയി കഴിയുമ്പോൾ അപ്പം കുക്കറിലാണ് പുട്ട് വെക്കുന്നത്. അപ്പം ആവി വന്നു വെക്കുവാണ്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനൊക്കെ ആവും അല്ലേ? ആയിക്കോട്ടെ. അപ്പം നമ്മുടെ പുട്ട് റെഡിയായി. നോക്കാം നമുക്ക്. നല്ല മയമുണ്ട്, നല്ല സോഫ്റ്റാണ്. കറിയൊന്നും വേണ്ട. പിള്ളേർക്കാണേലും നമുക്കാണെങ്കിലും നല്ല ചൂടോടെ കഴിക്കാൻ കറിയൊന്നും വേണ്ട. നല്ലതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കഴിച്ച് നോക്കാം. പറഞ്ഞു. എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ തേങ്ങാപ്പാൽ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നല്ല സോഫ്റ്റ് പുട്ടാണ്. നല്ല മയമുണ്ട്. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് പുട്ടിന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം, ഉണ്ടാക്കി കഴിക്കണം. കാരണം നല്ല ടേസ്റ്റ്. കാരണം എല്ലാവരും ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ്, ഇത് പൊടിഞ്ഞ നല്ല സൂപ്പർ പുട്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, ഞങ്ങളിന്നിവിടെ നിങ്ങൾക്ക് സമർപ്പിച്ച ഈ ഭക്ഷ്യവസ്തുവിൻ്റെ അല്ലെങ്കിൽ ഈ പുട്ടിൻ്റെ വീഡിയോ അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, പുതിയൊരു വീഡിയോയിൽ കാണുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.